നമ്മൾ പൂരിപ്പിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചാൽ ഉറപ്പായിട്ടും അത് നമുക്ക് തന്നെ എന്ത് ചെയ്യാം, വൈറ്റ്നർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ വൈറ്റ്നർ ഉപയോഗിക്കാതെ തന്നെ ഒരു വെട്ട് നൽകിയിട്ട് അപ്പുറത്തേക്കോ മാറ്റി എഴുതിയാൽ മതി. നിലവിൽ കമ്മീഷൻ വോട്ടവകാശം ആണ് ഉദ്ദേശിക്കുന്നത്, മറ്റു നിർദ്ദേശങ്ങളൊന്നും തന്നെ ഇല്ല. വോട്ട് ചെയ്യുന്നതിന് ഇത് ഉറപ്പായിട്ടും നമ്മളൊരു ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ ഈ SIRൽ സഹകരിക്കേണ്ടതുണ്ട്. 2002 പേരുള്ള, അതായത് 40 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും 2002 പേരുണ്ടെങ്കിൽ അവർ മറ്റു രേഖകളൊന്നും തന്നെ നൽകേണ്ടതില്ല. ഇനി 2002 പേര് ഇല്ല എങ്കിൽ SIRുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ നിരവധി സംശയങ്ങൾ ചോദിച്ചിരുന്നു. അതിനുള്ള ഒരു മറുപടി കൂടിയാണ് ഈ ഒരു വീഡിയോ. അതായത് SIR ഫോം ഫിൽ ചെയ്തത് തെറ്റിയാൽ എന്ത് ചെയ്യണം, ഇതുവരെ ഫോം കിട്ടാത്തവർ എന്താണ് ചെയ്യേണ്ടത്, ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ലാത്തവർ എന്താണ് ചെയ്യേണ്ടത്, വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വന്ന പെൺകുട്ടികൾ എങ്ങനെയാണ് ഫോം ഫിൽ ചെയ്യേണ്ടത്, ഏത് അഡ്രസ്സ് കൊടുക്കണം, അച്ഛനും അമ്മയും ഇതുവരെ വോട്ട് ചെയ്യാത്തവരാണെങ്കിൽ അവരുടെ മക്കൾ എങ്ങനെയാണ് SIRന്റെ ഭാഗമാകുക, 1980 മുൻപ് ജനിച്ചവർ, ജനന സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർ, ആധാർ കാർഡ് മാത്രമാണ് ഔദ്യോഗിക രേഖയായി കൈവശം ഉള്ളത് എങ്കിൽ അത്തരക്കാർ എന്താണ് ചെയ്യേണ്ടത്, എപ്പിക് നമ്പർ എന്താണ്, ചില ആളുകളുടെ പേര് SSLC ബുക്കിലും ID കാർഡിലും ആധാർ കാർഡിലുമൊക്കെ മാറ്റമുണ്ടാകും, ചിലപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാകും. ഇവർ എന്താണ് ചെയ്യേണ്ടത്, 2002 വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് എങ്ങനെ അറിയാം, ഫ്ളാറ്റുകളിലൊക്കെ താമസിക്കുന്നവർ എന്താണ് ചെയ്യേണ്ടത്, താമസ സ്ഥലം മാറി വന്നവർ ഇനി എങ്ങനെ SIRന്റെ ഭാഗമാകും, ഇങ്ങനെ 50ഓളം ചോദ്യങ്ങളും അതിൻ്റെ മറുപടിയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. SIRുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഒരുവിധം സംശയങ്ങളെല്ലാം ഈ ഒരു വീഡിയോ കാണുമ്പോൾ കൃത്യമായി മനസ്സിലാകും. നമ്മോടൊപ്പമുള്ളത് ഷാനവാസ് സാറാണ്, സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ, റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, തിരുവനന്തപുരം കളക്ടറേറ്റ്. സാർ, ഈ SIRൽ പൊതുജനങ്ങളിൽ പലർക്കും പലവിധങ്ങളായ സംശയങ്ങൾ ധാരാളം ഇപ്പോഴുമുണ്ട്. ആദ്യം ചോദിക്കാനുള്ളത്, ഈ SIR ഫോം പൂരിപ്പിച്ചത് തെറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, പുതിയ ഫോം കിട്ടുമോ, അതോ തെറ്റിയ ഭാഗം വൈറ്റ്നർ കൊണ്ട് മാറ്റാൻ പറ്റുമോ? നമ്മൾ പൂരിപ്പിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചാൽ ഉറപ്പായിട്ടും അത് നമുക്ക് തന്നെ എന്ത് ചെയ്യാം, വൈറ്റ്നർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ വൈറ്റ്നർ ഉപയോഗിക്കാതെ തന്നെ ഒരു വെട്ട് നൽകിയിട്ട് അപ്പുറത്തേക്കോ മാറ്റി എഴുതിയാൽ മതി. ശരിയായിട്ടുള്ള എഴുതിയാൽ മതി. പുതിയ ഫോമിൻ്റെ ഒരാവശ്യവും ഇല്ല. പുതിയ ഫോം വേണമെന്ന് എങ്ങും ഇലക്ഷൻ കമ്മീഷൻ പറയുന്നില്ല. മറ്റൊന്ന് ലളിതമായ ചോദ്യമാണ്. അതായത് SIR ഫോം ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ പൂരിപ്പിക്കേണ്ടത്? ചില ആളുകൾ മലയാളവും ഇംഗ്ലീഷും ഇടകലർന്ന് ഫിൽ ചെയ്തിട്ടുണ്ട്. അത് കുഴപ്പമാണോ? മലയാളത്തിലോ ഇംഗ്ലീഷിലോ പൂരിപ്പിച്ചാൽ മതി. നമുക്ക് ഏതാണോ സൗകര്യം അതിൽ പൂരിപ്പിച്ചാൽ മതി. ഇടകലർന്ന് പൂരിപ്പിച്ചാലും വിഷയമില്ല. ഈ വോട്ടവകാശം മാത്രമാണോ അതോ എല്ലാവരുടെയും പൗരത്വമാണോ SIRലൂടെ ഉദ്ദേശിക്കുന്നത്? നിലവിൽ കമ്മീഷൻ വോട്ടവകാശം ആണ് ഉദ്ദേശിക്കുന്നത്, മറ്റു നിർദ്ദേശങ്ങളൊന്നും തന്നെ ഇല്ല. ഈ SIRുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങൾ ഉന്നയിക്കുന്നതോടൊപ്പം ഒരുപാട് ആരോപണങ്ങൾ അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന വാർത്തകളും സോഷ്യൽ മീഡിയയിലൂടെ പലരും ഷെയർ ചെയ്യാറുണ്ട്. അതിൽ പലരും പറയുന്നത് SIR കുട്ടിക്കളിയല്ല, ഞാൻ വോട്ട് ചെയ്യാറില്ല അതുകൊണ്ട് SIR ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിന്നാൽ നമ്മുടെ പൗരത്വം തന്നെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമെന്നാണ്. അത് എത്രത്തോളം ശരിയാണ്? ഇങ്ങനെയൊരു ആരോപണം ശരിയാണോ? ഇല്ല, അത്തരത്തിലൊരു നിർദ്ദേശമൊന്നും ഇതുവരെ എങ്ങും തന്നെയില്ല. ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു നിർദ്ദേശം അത്തരത്തിലില്ല. പക്ഷേ വോട്ട് ചെയ്യുന്നതിന് ഇത് ഉറപ്പായിട്ടും നമ്മളൊരു ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ ഈ SIRൽ സഹകരിക്കേണ്ടതുണ്ട്. ഈ SIR എന്നത് ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നിർബന്ധമായും ചെയ്യേണ്ട ഒന്നാണ്. വോട്ട് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും അത് ചെയ്യണം. ഈ SIRൽ പങ്കെടുക്കേണ്ടതുണ്ട്. ഈ SIR ഫോം 90% കൊടുത്തു കഴിഞ്ഞു, ഫിൽ ചെയ്ത് കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ തന്നെ പലരും ഇപ്പോഴും പരാതി പറയുന്നത് അവർക്കൊന്നും ഇതുവരെ ഫോം കയ്യിൽ കിട്ടിയിട്ടില്ല എന്നാണ്. അപ്പോൾ ഇതുവരെ ഫോം കിട്ടാത്തവർ എന്താണ് ചെയ്യേണ്ടത്? ഇതുവരെ ഫോം കിട്ടാത്തവർ, അവർ 2025 ഒക്ടോബർ 27 വരെ ഉള്ള വോട്ടർ പട്ടികയിൽ പേരുള്ളവർക്കെല്ലാം ഫോം നൽകേണ്ടതുണ്ട്. BLO ഫോം നൽകേണ്ടതുണ്ട്. ആർക്കെങ്കിലും ആ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിട്ടും ഫോം കിട്ടിയിട്ടില്ല എങ്കിൽ ഈ BLOയുമായി ബന്ധപ്പെടണം. കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്നവർ വീട്ടിലില്ല എങ്കിൽ അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? അവർക്ക് 2025 ഒക്ടോബർ 27 വരെ വോട്ടർ പട്ടികയിൽ പേരുണ്ട് എങ്കിൽ അവരുടെ കുടുംബത്തിൽ അത് ഫോം കിട്ടിയിട്ടുണ്ടാവും. അവർ ഏതെങ്കിലും ഒരു മുതിർന്ന അംഗം അല്ലെങ്കിൽ വീട്ടിലുള്ള ഒരു അംഗം അത് പൂരിപ്പിച്ച് നൽകിയാൽ മതി അവരുടെ വിവരങ്ങൾ.
യഥാർത്ഥത്തിൽ ഈ BLOമാരാണല്ലോ എല്ലാ സംശയവും തീർത്തു കൊടുക്കേണ്ടത്. പക്ഷേ BLOമാർ എല്ലാം സംശയമൊന്നും മൊത്തത്തിൽ തീർത്തു തരുന്നില്ല എന്ന പരാതി വ്യാപകമായി ഉയരുന്നുണ്ട്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? BLOമാർ എല്ലാ സംശയങ്ങളും തീർത്തു നൽകുന്നില്ല എന്ന പരാതി ഉണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് അത് ബന്ധപ്പെടുന്നതിന് 1950 എന്ന് പറയുന്ന ഒരു ടോൾ ഫ്രീ നമ്പറുണ്ട്. അതിൽ നമുക്ക് ബന്ധപ്പെടാവുന്നതാണ്. സ്വന്തം രേഖകൾക്കൊപ്പം മാതാപിതാക്കളുടെ രേഖകളും ആവശ്യമുള്ളവർ ആരൊക്കെയാണ്? സ്വന്തം രേഖയ്ക്കും, അതായത് നമ്മളതിൽ വ്യക്തമാക്കേണ്ട ഒരു കാര്യം, 2002 പേരുള്ള, അതായത് 40 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും 2002 പേരുണ്ടെങ്കിൽ അവർ മറ്റ് രേഖകളൊന്നും തന്നെ നൽകേണ്ടതില്ല. ഇനി 2002 പേര് ഇല്ല എങ്കിൽ അവരുടെ ബന്ധുക്കൾ ആരെങ്കിലും 2002 ഉണ്ടെങ്കിൽ അവരും ഒന്നും തന്നെ നൽകേണ്ടതില്ല. അല്ലാത്തവർക്കാണ് നമ്മൾ ഈ 12 രേഖകൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന രേഖകൾ നൽകേണ്ടത്. 1980 മുൻപ് ജനിച്ചവർ, ജനന സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർ, ആധാർ കാർഡ് മാത്രമാണ് ഔദ്യോഗിക രേഖയായി അവരുടെ കൈവശം ഉള്ളത് എങ്കിൽ അത്തരക്കാർ എന്താണ് ചെയ്യേണ്ടത്? അവരുടെ എല്ലാം വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്. വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ, അതായത് 2025 ഒക്ടോബർ 27 വന്ന വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരിക്കുകയും 2002 വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരിക്കും എന്നുള്ളത് അവർ എന്ത് ചെയ്യണം? പരിശോധിക്കണം. അതെല്ലാം പരിശോധിക്കുന്ന ഓൺലൈനിൽ വ്യക്തമായിട്ട് സംവിധാനമുണ്ട്. 2002 വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് എങ്ങനെയാണ് നമുക്കറിയാൻ കഴിയുക? അത് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്? അതിന് ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റ് ECI.net എന്ന് പറയുന്ന സൈറ്റോ അല്ലെങ്കിൽ വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പോ അത് ഉപയോഗിച്ചുകൊണ്ട് ഓരോ ജില്ലയും അവരുടെ അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ സെലക്ട് ചെയ്ത് ബൂത്ത് സെലക്ട് ചെയ്ത് ഈസി ആയിട്ട് അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഏറ്റവും പ്രയാസം 2002 എവിടെ വോട്ട് ചെയ്തു, ബൂത്ത് നമ്പർ എത്ര, ഇതൊക്കെ കണ്ടുപിടിക്കാനാണ്. വെബ്സൈറ്റിൽ പോയി നോക്കാൻ പറഞ്ഞാൽ ആ വെബ്സൈറ്റ് കണ്ടുപിടിക്കാനും അവിടെ പോയി സെർച്ച് ചെയ്യാൻ അറിയാത്തവരും നിരവധി ആളുകളുണ്ട്. അവർ എന്താണ് ചെയ്യേണ്ടത്? അത് BLOയുമായി ബന്ധപ്പെട്ടാൽ മതി. അത്തരം അറിയാത്തവർക്ക് BLOയുമായിട്ട് ബന്ധപ്പെടാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ BLA ഉണ്ട്, ബൂത്ത് ലെവൽ ഏജൻ്റ് ഉണ്ട്, അവരുമായിട്ട് ബന്ധപ്പെടാൻ കഴിയും. ആർക്ക് വേണമെങ്കിൽ അവരെ സഹായിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. വീട്ടിലുള്ള മറ്റ് കുടുംബാംഗങ്ങൾക്കും അത് ഈസി ആയിട്ട് അത്യാവശ്യം മൊബൈൽ ഉപയോഗിക്കാൻ കഴിയുന്നവർക്കെല്ലാം ഇത് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഒരുക്കിയിട്ടുള്ളത്. സർ, ഇന്നലത്തെ വീഡിയോയിൽ ഒരാൾ ചോദിച്ച സംശയം, 2002 പേരില്ല, പക്ഷെ 2025 അദ്ദേഹത്തിൻ്റെ പേരുണ്ട്. 2002 ലിസ്റ്റിൽ അച്ഛനമ്മയുടെ പേരൊന്നുമില്ല, പക്ഷേ സ്വന്തം സഹോദരൻ്റെ പേരുണ്ട്. അങ്ങനെയെങ്കിൽ അദ്ദേഹം എന്താണ് ചെയ്യേണ്ടത്? ആ ബ്രദറിൻ്റെ പേര് അവിടെ ഫിൽ ചെയ്താൽ മതിയോ? 2002 ബ്രദർ മാത്രമേ ഉള്ളൂ എങ്കിൽ, മാതാപിതാക്കൾ ആരും ഇല്ല, ബ്രദർ മാത്രമേ ഉള്ളൂ എങ്കിൽ അവരുടെ മാതാപിതാക്കളുണ്ടോ അല്ലെങ്കിൽ എന്നുള്ളത് പരിശോധിക്കണം. ഇനി ആരും തന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ ബ്രദറിൻ്റെ പേര് എഴുതാം. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ബ്ലഡ് റിലേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതിൽ മാതാവ്, പിതാവ്, മുത്തച്ഛൻ, മുത്തശ്ശി എന്നിവയാണ് വന്നിട്ടുള്ളത്. എന്നാൽ മറ്റ് ഓപ്ഷനുകൾ വരുന്ന മുറയ്ക്ക് അത് ചെയ്യാൻ കഴിയുമെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ കേരള നൽകിയിട്ടുള്ള SOPയിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. സർ, ചില ആളുകൾക്ക്, പ്രത്യേകിച്ചും പ്രായമുള്ളവർക്ക്, കൃത്യമായി ജനന തീയതിയൊന്നും അറിയില്ല. അവർക്ക് വർഷം ഓർമ്മയുണ്ടാകും. അവർ എന്താണ് ചെയ്യേണ്ടത്? ആ വർഷം മാത്രം രേഖപ്പെടുത്തിയാൽ മതിയോ? വർഷം മാത്രമല്ല, പകരം അവരുടെ ആധാർ കാർഡിൽ അങ്ങനെ ഡേറ്റ് ഓഫ് ബർത്ത് വ്യക്തമായിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ആധാർ കാർഡിൽ ആ വർഷം കാണും. അപ്പോൾ ഉദാഹരണത്തിന് 1945 എന്ന് മാത്രം ഒരു ആധാർ കാർഡിൽ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇതിനകത്ത് പൂരിപ്പിക്കുമ്പോൾ 1/1/1945 1 ജാനുവരി വെച്ച് ഒരു ഇത് കൊടുത്താൽ മതിയാവും. ഈ ആധാർ കാർഡിലും വോട്ടർ ID കാർഡിലും ഡേറ്റ് ഓഫ് ബർത്ത് ഡിഫറൻ്റ് ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ആധാർ കാർഡിലും വോട്ടർ ID കാർഡിലും ഡേറ്റ് ഓഫ് ബർത്ത് വ്യത്യാസമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആയത് തെളിയിക്കുന്നതിനുള്ള മറ്റ് രേഖകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്, SLC ബുക്കോ മറ്റോ ഉണ്ടോ എന്നുള്ളത് എടുത്തതിന് ശേഷം ആയതിൽ തിരുത്തലുകൾ വരുത്താവുന്നതാണ്. വേറൊരാൾ ചോദിച്ച സംശയം, 2002 വോട്ട് ചെയ്തു, ഇപ്പോൾ വോട്ടർ പട്ടികയിൽ അദ്ദേഹത്തിൻ്റെ പേര് കാണുന്നില്ല. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യും? 2002 വോട്ടർ പട്ടികയിൽ പേരുള്ളവർ നിലവിലെ വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിൽ അവർക്ക് ഡിസംബർ 9 ശേഷം കരട് വോട്ടർ പട്ടിക വന്നതിന് ശേഷം ഫോൺ നമ്പർ 6 ഓൺലൈനായിട്ട് വോട്ടർ പട്ടിക പേര് സമർപ്പിക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടാവുന്നതാണ്. സാർ, നേരത്തെ ചോദിച്ച ചോദ്യം തന്നെയാണ്. എങ്കിലും ഈ ആധാറിലെയും വോട്ടർ ലിസ്റ്റിലെയും പേരിൽ സ്പെല്ലിംഗ് വ്യത്യാസമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആധാറിലെയും വോട്ടർ പട്ടികയിലും പേര് സ്പെല്ലിംഗ് വ്യത്യാസമുണ്ടെന്നുള്ളത് ഒരു വിഷയമല്ല. വോട്ടർ പട്ടികയിൽ എങ്ങനെയാണോ വന്നിട്ടുള്ളത്, നമുക്കിപ്പം പുതുതായിട്ട് എന്താണോ വേണ്ടത് ആയത് വോട്ടർ പട്ടികയുടെ ആദ്യത്തെ ഭാഗത്ത് പൂരിപ്പിച്ച് നൽകാൻ കഴിയുന്നതാണ്. ഇപ്പോൾ 2002 ലിസ്റ്റിൽ ഇല്ലാത്ത കല്യാണം കഴിഞ്ഞ സ്ത്രീകളുണ്ടാകുമല്ലോ.
ബന്ധുവായി അവർ ഭർത്താവിനെ വെക്കണോ അതോ പാരൻസിനെ മാത്രമാണോ ഈ ഒരു എന്യൂമറേഷൻ ഫോമിൽ ബന്ധുവിൻ്റെ സ്ഥാനത്ത് കാണിക്കേണ്ടത്? പാരൻസിനെ വെക്കണം എന്നുള്ളതാണ് നിലവിലുള്ള നിർദ്ദേശം. എന്നാൽ മറ്റുള്ള ഓപ്ഷൻ വരുന്ന മുറയ്ക്ക് ആയത് ചേർക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടാകുമെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ നൽകിയ SOPയിൽ ആയത് വന്നിട്ടുണ്ട്. മറ്റൊരാൾ ചോദിച്ച സംശയം, 2002 വോട്ടർ പട്ടികയിൽ ഭർത്താവിൻ്റെ പേരിന് നേരെ പിതാവ് എന്നാണ് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പുതിയ ഫോമിൽ അങ്ങനെ തന്നെ എഴുതണോ അതോ മാറ്റി എഴുതണോ? അല്ല, അത് ചോദിക്കുന്നത് അവരുടെ ബന്ധമാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ അന്നുള്ള ബന്ധം ഏതാണോ അത് തന്നെയാണ് എഴുതേണ്ടത്. പിതാവിന് പകരം ഭർത്താവിൻ്റെ സ്ഥാനത്ത് പിതാവ് എന്ന് വന്നിരിക്കുന്നതിൽ ആ പായും തമ്മിലുള്ളൊരു പിയും തമ്മിലുള്ളൊരു വ്യത്യാസമാണ്. പക്ഷേ പേര് കറക്റ്റ് ആണെങ്കിൽ ആ പേര് തന്നെ എഴുതിയാൽ മതി. 2002 ശേഷം ജനിച്ചവർ, ഇതുവരെ വോട്ട് ചെയ്യാത്തവർ, അവർ എന്താണ് ചെയ്യേണ്ടത്? ഇതുവരെ വോട്ടർ പട്ടികയിൽ പേരില്ല എന്നുണ്ടെങ്കിൽ അവർ 2025 ഡിസംബർ 9 ശേഷം ഫോൺ നമ്പർ 6 ഓൺലൈൻ മുഖാന്തരം ഫോം ഫില്ല് ചെയ്യണം. മറ്റൊരാൾ ചോദിച്ച സംശയം, അദ്ദേഹത്തിൻ്റെ മാതാവ് 2002 വോട്ട് ചെയ്തിരുന്നു, ഇപ്പോൾ അവർ ജീവിച്ചിരിപ്പില്ല, മക്കൾക്ക് നേരത്തെ വോട്ടുണ്ടായിരുന്നില്ല, അവർ ഇനി എന്താണ് ചെയ്യേണ്ടത്? മക്കൾക്ക് നിലവിൽ 2025 ഒക്ടോബർ 27 വരെയുള്ള വോട്ടർ പട്ടികയിൽ പേരില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് 2025 ഡിസംബർ 9 ശേഷം കരട് പട്ടിക വന്നതിന് ശേഷം അവർക്ക് പൂരിപ്പിക്കാം. ആയതിൽ ഈ മരണപ്പെട്ടു പോയ മാതാവിൻ്റെ വിവരങ്ങൾ ചേർക്കുന്നതിന് തടസ്സമുണ്ടാവില്ല. സാർ, ഈ കോളത്തിലെ ബന്ധം എന്നിടത്ത് ആര് തമ്മിലുള്ള ബന്ധമാണ് സൂചിപ്പിക്കേണ്ടത് എന്ന് ചിലർ സംശയം ചോദിച്ചിരുന്നു. അതായത് 2002 ആ കോളത്തിൽ എഴുതിയ ബന്ധുവിൻ്റെ ബന്ധമാണോ അതോ വോട്ടറും ആ ബന്ധുവും തമ്മിലുള്ള ബന്ധമാണോ എഴുതേണ്ടത്? അത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്. അത് നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മൾ 2025 ഒക്ടോബർ 27 വരെ വോട്ടർ പട്ടികയിൽ പേരുള്ളവർ ആണ് നമുക്ക് എന്യൂമറേഷൻ ഫോം കിട്ടുന്നത്. ആ എന്യൂമറേഷൻ ഫോമിൽ 2002 എന്യൂമറേഷൻ ഫോം കിട്ടിയ വോട്ടർ 2002 അദ്ദേഹം ഉണ്ടെങ്കിൽ അത് പൂരിപ്പിക്കുന്നതിന് എളുപ്പമാണ്. ഇനി 2002 വോട്ടർ പട്ടികയിൽ പേര് ഇല്ലാത്ത ഒരാൾ 2025 ഒക്ടോബർ 27 വന്ന ഫോമിൽ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹം എന്യൂമറേഷൻ ഫോമിൻ്റെ 3ാമത്തെ കോളമാണ് പൂരിപ്പിക്കേണ്ടത്. അവിടെ ബന്ധു എന്നതുകൊണ്ട് ആദ്യം അത് പൂരിപ്പിച്ച് വരുമ്പോൾ ഞാനൊന്ന് വ്യക്തമായിട്ട് തന്നെ പറയാം. ഒരു എന്യൂമറേഷൻ ഫോം എടുത്ത് തന്നെ അത് ഞാൻ ഒന്ന് പറയാം, എന്നാലേ അതിനകത്ത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും. കാര്യം പലർക്കും ആ ഒരു വിഷയം ഉണ്ട്, ഇതെങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത്, എന്താണ് അതിൽ വരുന്ന സംശയം എന്നുള്ളത്. അപ്പോൾ നമുക്കൊന്ന് വ്യക്തമായിട്ട് എന്താണ്, ഞാൻ എന്യൂമറേഷൻ ഫോം എടുക്കുന്നുണ്ട്. എന്യൂമറേഷൻ ഫോമിൽ നമുക്ക് ആദ്യത്തെ നമ്മുടെ ഭാഗം, അതായത് എല്ലാവർക്കും കിട്ടുന്ന എന്യൂമറേഷൻ ഫോമിൽ 2025 ഒക്ടോബർ 27 വരെ വോട്ടർ പട്ടികയിൽ പേരുള്ളവർക്ക് എന്യൂമറേഷൻ ഫോം കിട്ടുമ്പോൾ അവരുടെ ഡീറ്റെയിൽസ് മുകളിലായിട്ട് കാണും. വോട്ടറുടെ പേര്, അവരുടെ എപ്പിക് നമ്പർ, വിലാസം എല്ലാം വോട്ടർ പട്ടികയിൽ ഏറ്റവും മുകളിൽ ഇടത് സൈഡിനായിട്ടുണ്ടാവും. അവിടെ ഫോട്ടോ കാണും. ആ ഫോട്ടോ മാറ്റണമെങ്കിൽ നമുക്ക് നിലവിലെ ഫോട്ടോ എന്ത് ചെയ്യാം, പിന്നെ പതിക്കുന്നതിന് അതിനും ഒരു പ്രത്യേക കോളം ഉണ്ട്. അതും നമുക്ക് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ താഴേക്ക് നമ്മുടെ തന്നെ ജനനത്തീയതി, ആധാർ നമ്പർ വേണമെങ്കിൽ കൊടുത്താൽ മതി, മൊബൈൽ നമ്പർ, പിതാവിൻ്റെ പേര് അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ പേര്, പിതാവിൻ്റെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ എപ്പിക് നമ്പർ അത് ലഭ്യമാണെങ്കിൽ കൊടുത്താൽ മതി, മാതാവിൻ്റെ പേര്, ഇതെല്ലാം നമ്മൾ നിലവിലുള്ള കാര്യങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്. അത് പൂരിപ്പിച്ച് കഴിഞ്ഞാൽ അടുത്ത ആ ഫോമിൽ 2ാമത്തെ കോളം, അതായത് ലെഫ്റ്റ് സൈഡിനുള്ള കോളം വന്നിട്ടുള്ളത് അവസാന SIRൻ്റെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടറുടെ വിശദാംശങ്ങളാണ്. ആ 2ാമത്തെ കോളം വരുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ വോട്ടർ, അതായത് എന്യൂമറേഷൻ ഫോം കിട്ടിയ വോട്ടർ അദ്ദേഹം 2002 ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിവരങ്ങളാണ് അവിടെ എഴുതുന്നത് 2ാമത്തെ കോളത്തിൽ. അതായത് 2025 ഒക്ടോബർ 27 വരെ നൽകിയ വോട്ടർ പട്ടികയിൽ പേരുള്ള ആൾ 2002 ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിവരങ്ങളാണ് ഈ 2ാമത്തെ കോളത്തിൽ എഴുതേണ്ടത്. 2ാമത്തെ കോളത്തിൽ എഴുതുമ്പോൾ വോട്ടറുടെ പേര് എന്ന് ഉദ്ദേശിക്കുന്നത് 2002 ഇദ്ദേഹം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണ്. അതായത് മുകളിൽ വന്നിരിക്കുന്ന എന്യൂമറേഷൻ ഫോമിലുള്ള ആൾ ആരാണോ അദ്ദേഹം തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണ്. അദ്ദേഹത്തിന് അന്ന് എപ്പിക് നമ്പർ ഉണ്ടെങ്കിൽ 2002 വോട്ടർ പട്ടികയിൽ എപ്പിക് നമ്പർ ഉണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം, അത് എഴുതണം. ഇല്ലെങ്കിൽ അത് എഴുതേണ്ടതില്ല. ബന്ധുവിൻ്റെ പേര് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 2002 വോട്ടർ പട്ടികയിൽ 2002 വോട്ടർ പട്ടികയിൽ എടുക്കുമ്പോൾ അതിനകത്ത് ഇപ്പോൾ നിലവിലെ പിന്നെ നമുക്ക് ഈ വോട്ടറുടെ ബന്ധുവായിട്ട് ആ 2002 വോട്ടർ പട്ടികയിൽ ഒരു 2 കോളം കഴിയുമ്പോൾ അവിടെ എന്തുണ്ടാവും, ബന്ധു എന്ന് എഴുതിയിട്ടുണ്ടാവും.
വോട്ടറുടെ ബന്ധു എന്ന് എഴുതണം. അദ്ദേഹത്തിൻ്റെ പേരാണ് എഴുതേണ്ടത്, വേറെ ആരെയും എഴുതേണ്ടതില്ല. ആ 2002 വോട്ടർ പട്ടികയിലുള്ള ബന്ധു ആരെന്ന് ആ വോട്ടർ പട്ടിക നോക്കുമ്പോൾ കാണും. ആ ബന്ധുവിൻ്റെ പേരാണ് എഴുതേണ്ടത്. ബന്ധം, ആ വോട്ടർ പട്ടികയിൽ ഉള്ള ആ ബന്ധുവിൻ്റെ ബന്ധം, ഇവർ തമ്മിലുള്ള ബന്ധം, അതായത് നമ്മളെ നിലവിലെ വോട്ടറും ഈ ബന്ധുവും തമ്മിലുള്ള ബന്ധം. ഉദാഹരണത്തിന് ഈ വോട്ടറുടെ പേര് രാഘവൻ എന്നാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുവിൻ്റെ പേര് എഴുതിയിരിക്കുന്നത് പിതാവിൻ്റെ പേര് ആണ് നൽകിയിരിക്കുന്നതെങ്കിൽ, രാമൻ എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ ആ ബന്ധമാണ് എഴുതേണ്ടത്. പിതാവ് എന്നുള്ള ബന്ധമാണ് എഴുതേണ്ടത്. ജില്ലയായിട്ട് എഴുതേണ്ടത് അദ്ദേഹം അന്ന് 2002 എവിടെയാണോ അതാണ് എഴുതേണ്ടത്. സംസ്ഥാനത്തിൻ്റെ പേര് അറിയാം, നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് അദ്ദേഹം 2002 എവിടെയാണോ അതാണ് എഴുതേണ്ടത്. ഇനി നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ 2002 ആ വോട്ടർ പട്ടികയിലെ ലെഫ്റ്റ് സൈഡിനായിട്ട് കാണും. ഏറ്റവും ആദ്യം അത് കാണും. ഭാഗം നമ്പർ എന്ന് പറയുന്നത് പാർട്ട് നമ്പർ, അത് അതിൻ്റെ മുകളിലായിട്ടുണ്ടാവും. ക്രമ നമ്പർ, ഇദ്ദേഹത്തിൻ്റെ വോട്ടറിൻ്റെ ആ ക്രമ നമ്പർ അവിടെ കാണും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മൂന്നാമത്തെ കോളം ഫില്ല് ചെയ്യുന്നതാണ്. ഈ മൂന്നാമത്തെ കോളം ഫില്ല് ചെയ്യുന്നത് എന്ന് പറയുന്നത് 2025 ഒക്ടോബർ 27 വരെ വോട്ടർ പട്ടികയിൽ ഉള്ള പേര് വന്നിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് 2002 വോട്ടർ പട്ടികയിൽ പേരില്ലാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ മൂന്നാമത്തെ കോളം ഫില്ല് ചെയ്തത്. എന്യൂമറേഷൻ ഫോമിൻ്റെ മൂന്നാമത്തെ കോളം ഫില്ല് ചെയ്തത്. ഒന്നും കൂടെ ഞാൻ പറയാം, 2025 ഒക്ടോബർ 27 ഉള്ള വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരിക്കുകയും 2002 വോട്ടർ പട്ടികയിൽ പേരില്ലാതെ ഇരിക്കുകയും ചെയ്യുന്ന ആളാണ് ഈ മൂന്നാമത്തെ കോളം പൂരിപ്പിക്കേണ്ടത്. അദ്ദേഹം മൂന്നാമത്തെ കോളം, അതായത് വലത് സൈഡിനുള്ള കോളം പൂരിപ്പിക്കുമ്പോൾ അവിടെ വരുന്നത് മുൻ കോളത്തിൽ അവസാന SIR പേര് നൽകിയിരിക്കുന്ന വോട്ടറുടെ ബന്ധുവിൻ്റെ വിവരങ്ങളാണ്. അതായത് ആ വോട്ടറുടെ മുകളിൽ നമ്മൾ പൂരിപ്പിച്ച വോട്ടറുടെ ബന്ധുവിൻ്റെ വിവരങ്ങളാണ്. ആ ബന്ധു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാണോ അദ്ദേഹത്തിൻ്റെ ബന്ധു, അതായത് അദ്ദേഹം നൽകാൻ ഉദ്ദേശിക്കുന്ന ബന്ധു ആരാണോ അതാണ് നൽകേണ്ടത്. 2025 ഒക്ടോബർ 27 പേരുള്ള ആളിൻ്റെ പേര് രാഘവൻ ആണ്. അദ്ദേഹത്തിൻ്റെ പേര് രാഘവൻ എന്നാണ് ആ വോട്ടർ മുകളിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. രാഘവൻ്റെ ഡീറ്റെയിൽ ആണ്. ഇനി നമ്മൾ മൂന്നാമത്തെ കോളത്തിൽ എഴുതേണ്ടത് അദ്ദേഹത്തിൻ്റെ ബന്ധുവിൻ്റെ പേരുകളാണ്. ബന്ധു എന്നുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവിനെയാണ് അദ്ദേഹം ചേർക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പിതാവിൻ്റെ പേര് എഴുതണം. പേര് എന്നതിൽ പിതാവിൻ്റെ പേര്, പിതാവിൻ്റെ നമ്പർ, അതായത് എപ്പിക് നമ്പർ അന്നത്തെ ഇതിലുണ്ടെങ്കിൽ, അതൊരു ചിലപ്പോൾ 5 or 6 നമ്പറായിരിക്കും 2002 വോട്ടർ പട്ടികയിൽ, അതുണ്ടെങ്കിൽ അതെഴുതാം. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത മൂന്നാമത് പൂരിപ്പിക്കാനാണ് പലർക്കും സംശയം വരുന്നത്, ബന്ധുവിൻ്റെ പേര് എന്നുള്ളത്. ആ ബന്ധുവിൻ്റെ പേര് എന്ന് പറയുന്നത് ഈ നമ്മൾ ഇവിടെ കൊടുത്ത, അതായത് ഈ പിതാവിൻ്റെ ബന്ധുവിൻ്റെ പേരാണ്. പിതാവിൻ്റെ ബന്ധുവിൻ്റെ പേര് ഒരിക്കലും മുകളിലുള്ള വോട്ടറിൻ്റെ ബന്ധുവിൻ്റെ പേരല്ല, പിതാവിൻ്റെ ഒരു ബന്ധുവാണ്. അത് പിതാവിൻ്റെ ബന്ധുവിൻ്റെ പേര് നമുക്ക് കിട്ടുന്നതിന് പിതാവിൻ്റെ 2002 വോട്ടർ പട്ടിക എടുക്കുമ്പോൾ പിതാവ് 2002 വോട്ടർ പട്ടികയിലുണ്ടെങ്കിൽ ആ പിതാവിൻ്റെ പേരിന് നേർക്ക് അദ്ദേഹത്തിൻ്റെ ബന്ധുവിൻ്റെ പേര് കാണും, അതാണ് നൽകേണ്ടത്. അവർ തമ്മിലുള്ള ബന്ധം എഴുതണം. പിതാവാണെങ്കിൽ പിതാവെന്നുള്ള ബന്ധം എഴുതണം. പിന്നെ താഴേക്ക് വരുന്നത് കൊല്ലം അല്ലെങ്കിൽ ജില്ല എന്നുള്ള സ്ഥലത്ത്, ഇപ്പോൾ ഒരു കൊല്ലമാണെങ്കിൽ കൊല്ലം, സംസ്ഥാനത്തിൻ്റെ പേര്, മണ്ഡലം ഏതാണോ അത്, പിന്നെ താഴോട്ടുള്ളതെല്ലാം ആ വോട്ടർ പട്ടിക 2002 വോട്ടർ പട്ടികയിൽ കിട്ടുന്ന കാര്യങ്ങളാണ്. ഇതിനകത്ത് ഈ ബന്ധുവിൻ്റെ പേരെഴുതുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ആരാണോ ബന്ധു വയ്ക്കുന്നത് ആ ബന്ധുവിൻ്റെ ബന്ധുവിനെയാണ് വെക്കേണ്ടത്, ഒരിക്കലും വോട്ടറുടെ ബന്ധുവല്ല. 2002 വോട്ട് ചെയ്ത തിരിച്ചറിയൽ കാർഡിലെ നമ്പരും ലിസ്റ്റിലെ നമ്പരും വ്യത്യാസമുണ്ട് എങ്കിൽ എന്ത് ചെയ്യണം? അത് നമുക്ക് 2025 ഡിസംബർ 9 ശേഷം കരട് വോട്ടർ പട്ടിക വന്നതിന് ശേഷം ആയതും തിരുത്തുന്നതിനുള്ള സംവിധാനം ഉണ്ടാകും. ഈ 2002 പേരും 2025 വോട്ടർ ID പേരും വ്യത്യാസമുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അതും നമുക്ക് 2025 ഡിസംബർ 9 ശേഷം അത്തരം കാര്യങ്ങളെല്ലാം തിരുത്തുന്നതിന് സംവിധാനം ഉണ്ടാവും. സാർ, മറ്റൊരാൾ ചോദിച്ച സംശയം, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വോട്ടുമായി ബന്ധപ്പെട്ട് 2002 വോട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ രേഖകളെല്ലാം അവരുടെ വീട്ടിൻ്റെ അഡ്രസ്സിലാണ്, പിന്നീട് അവർ വോട്ട് ചെയ്തിട്ടില്ല, ഇപ്പോൾ ഭർത്താവിൻ്റെ കൂടെയാണ് കഴിയുന്നത്, ഭർത്താവിനും വോട്ടില്ല, അങ്ങനെയാണെങ്കിൽ അവർ എന്താണ് ചെയ്യേണ്ടത്? 2002 വോട്ടർ പട്ടികയിൽ പേരുള്ള ആള് 2025 വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിൽ അവർക്ക് 2025 ഡിസംബർ 9 ശേഷം പുതിയ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് സംവിധാനം ഉണ്ടാകുന്നതാണ്. ഒരുപക്ഷെ മരിച്ച ആളുകളുടെ പേര് ഇപ്പോഴും വോട്ടർ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ അത് കളയാൻ എന്താണ് ചെയ്യേണ്ടത്? അതിന് ആബ്സെൻ്റ് ഡെത്ത് ഷിഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ
BLO ആപ്പിൽ വന്നിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ അത് വരുത്തിയിട്ടുണ്ട്. അത് വെച്ചിട്ട് അവരെന്ത് ചെയ്യും, പുതിയത് വോട്ടർ പട്ടിക വരുമ്പോൾ അത് ക്ലിയർ ആകും. സാർ, നിരവധി പെൺകുട്ടികൾക്കുള്ള സംശയമാണ്, വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വന്ന പെൺകുട്ടികൾ എങ്ങനെയാണ് ഈ SIR ഫോം ഫിൽ ചെയ്യേണ്ടത്, ഏത് അഡ്രസ്സാണ് അവർ കൊടുക്കേണ്ടത് എന്നത്. അവരുടെ മാതാപിതാക്കൾ അവരിപ്പോൾ നിലവിൽ അവരുടെ വോട്ടർ പട്ടികയിൽ പേര് കിടക്കുന്ന എവിടെയാണോ എന്നുള്ളത് നോക്കിയിട്ട് അത് അടിസ്ഥാനത്തിലാണ് ആ കാര്യം ചെയ്യേണ്ടത്. എന്തായാലും 2025 ഒക്ടോബർ 27 മുമ്പ് വോട്ടർ പട്ടികയിൽ വോട്ടർ പട്ടികയിൽ പേരുള്ളവർക്ക് അവർക്ക് എന്തായാലും എനിമേഷൻ ഫോം കിട്ടും. അത് ചിലപ്പോൾ അവരുടെ കുടുംബ വീട്ടിലായിരിക്കും, അല്ലെങ്കിൽ നിലവിൽ ഭർത്താവിൻ്റെ വീട്ടിലുണ്ടെങ്കിൽ അവിടെ വോട്ടർ പട്ടികയിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കഴിക്കും. എന്തായാലും ഉറപ്പായിട്ടും അവർക്ക് ഫോം കിട്ടും. അച്ഛനും അമ്മയും ഇതുവരെ വോട്ട് ചെയ്യാത്തവരാണെങ്കിൽ മക്കൾ എങ്ങനെ SIRന്റെ ഭാഗമാകും? അച്ഛനും അമ്മയും ഇതുവരെ വോട്ട് ചെയ്യാത്തവരാണെങ്കിൽ അവർ 2002 വോട്ടർ പട്ടികയിൽ വോട്ട് ചെയ്തു ഇല്ലേ എന്നുള്ളതല്ല, 2002 വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അവർ 2002 വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്നുള്ളത് നോക്കണം. ഇപ്പോൾ പുതിയതായിട്ട് വന്ന വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്നുള്ളത് നോക്കണം. ആയതാണ് അതിൻ്റെ മാനദണ്ഡം. നമുക്ക് തിരുവനന്തപുരത്തെ കാര്യം തന്നെ എടുക്കാം. ഒരുപാട് ആളുകൾ തലസ്ഥാനത്ത് ഫ്ളാറ്റുകളിൽ താമസിക്കുന്നുണ്ട്. ജോലി ആവശ്യാർത്ഥം മറ്റു ജില്ലകളിൽ നിന്ന് വന്നു താമസിക്കുന്നവരാണ്. ഇവരൊക്കെ എന്താണ് ചെയ്യേണ്ടത്? പല ഫ്ളാറ്റുകളിലും BLOമാർ ഇതുവരെ പോയിട്ടില്ല. പലർക്കും ഈ SIR ഫോം കയ്യിൽ കിട്ടിയിട്ടുമില്ല. അവർ എന്താണ് ചെയ്യേണ്ടത്? ചിലരൊക്കെ ഓൺലൈനായി ഈ ഫോം ഫിൽ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, അത് നടക്കാത്തവരുണ്ട്. അത്തരക്കാർ എന്ത് ചെയ്യണം? SIRന്റെ ഫോം ലഭ്യമാക്കേണ്ടതാണ്. നിലവിൽ അവരുടെ വോട്ടർ പട്ടികയിലെ പേര് എവിടെയാണെന്നുള്ളത് അവർക്ക് ഓൺലൈനായിട്ട് നോക്കാൻ കഴിയും. ഓൺലൈനായിട്ട് നോക്കിയിട്ട് അവരുടെ BLO ആരാണെന്നുള്ളതും ഓൺലൈനായിട്ട് അറിയാൻ കഴിയും. അതിനെല്ലാം ഇലക്ഷൻ കമ്മീഷൻ നല്ല രീതിയിലുള്ള ഓൺലൈൻ സംവിധാനങ്ങൾ ഒരുക്കിയിട്ട് മൊബൈലിൽ തന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ആരാണ് BLO, എവിടെയാണ് വോട്ട്, 2002 വോട്ടർ പട്ടിക എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളത് വ്യക്തമായിട്ട് അത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അതിന് സൗകര്യം ഒരുക്കിയിട്ട് അതിൻ്റെ സ്ഥാനത്തിൽ BLO ആയിട്ട് കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ അവരുടെ ERO ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറുമായിട്ടോ ജില്ലാ കളക്ടറായിട്ടോ അവർക്ക് എന്ത് ചെയ്യാം, ബന്ധപ്പെടാൻ കഴിയുന്നതാണ്. സാർ, മറ്റൊരു പ്രധാനപ്പെട്ട സംശയമുള്ളത്, ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ലാത്തവർ എന്താണ് ചെയ്യേണ്ടത്? അവർ ഒരു തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്തിട്ടില്ല, മുതിർന്ന പൗരന്മാരാണ്. ചിലപ്പോൾ 50 വയസ്സായവരൊക്കെ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്, ഞങ്ങളൊന്നും ഇതുവരെ വോട്ടേ ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ലാത്തവർ എന്താണ് ചെയ്യേണ്ടത്? ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ലാത്തവർക്ക് പുതുതായിട്ട് 2025 ഒക്ടോബർ 27 ഉള്ള വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. ഈ എപ്പിക് നമ്പറാണ് പലർക്കുമുള്ള ഒരു ഡൗട്ട്. എപ്പിക് നമ്പർ എന്നാൽ എന്താണ്? ഇലക്ടർ ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ്. അതായത് നമ്മളെ ഇലക്ഷൻ കമ്മീഷൻ നൽകിയ ഒരു ID കാർഡുണ്ട് എല്ലാവർക്കും. ആ ID കാർഡിൽ ഉള്ള 10 നമ്പറാണ് എപ്പിക് നമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത്. ചില ആളുകളുടെ പേര് SSLC ബുക്കിലും ID കാർഡിലും ആധാർ കാർഡിലുമൊക്കെ മാറ്റമുണ്ടാകും. ഒരുപക്ഷെ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ് അധികം ആളുകളിലും കാണുന്നത്. ചിലപ്പോൾ ഇനീഷ്യലിലും വ്യത്യാസമുണ്ടാകും. ഇവർ എന്താണ് ചെയ്യേണ്ടത് ഈ ഫോം ഫിൽ ചെയ്യുമ്പോൾ? വോട്ടർ പട്ടികയിൽ ഉള്ള പേര് ആയത് നോക്കിയിട്ട് ഏതെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്കോ മറ്റോ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് തിരുത്തുന്നതിന് 2025 ഡിസംബർ 9 ശേഷം ആയത് തിരുത്തുന്നതിന് സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. ഈ താമസ സ്ഥലം മാറി വന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ, ഇവർ എങ്ങനെയാണ് SIRന്റെ ഭാഗമാകുക? അവർക്ക് ഏതെല്ലാം രേഖകൾ വേണ്ടിവരും? താമസ സ്ഥലം മാറി വന്നവരെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ നിലവിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വോട്ടർ പട്ടികയിൽ പേരുള്ളവരാണെങ്കിൽ അവർക്ക് ആ സ്ഥലത്തെ BLO ഫോം അവരുടെ വീടുകളിൽ എത്തിച്ചിട്ടുണ്ടാവും. അവർ അവിടെ നിന്ന് ഫോം മേടിച്ചുകൊണ്ട് അവർ എന്ത് ചെയ്താൽ മതി, ആ ഫോം ഫില്ല് ചെയ്ത് അവിടെ ഏൽപ്പിച്ചാൽ മതി. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ ചോദിച്ച സംശയം, 2002 വോട്ടർ പട്ടികയിൽ അവർക്ക് പേരില്ല, പക്ഷേ ഇപ്പോൾ വിവാഹം കഴിച്ച ശേഷം പങ്കാളിക്കൊപ്പമാണ്, പങ്കാളിയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവർ ഈ പുതിയ SIRൽ പേര് ചേർക്കുമ്പോൾ പങ്കാളിയുടെ പേര് ചേർക്കണോ അതോ രക്ഷാകർത്താക്കളുടെ പേരാണോ ചേർക്കേണ്ടത്? നമ്മൾ 2025 ഒക്ടോബർ 27 അവരുടെ വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ നമുക്ക് 2002 അവർ പേരില്ല എന്നുണ്ടെങ്കിൽ ആ എന്യൂമറേഷൻ ഫോമിൻ്റെ 3ാമത്തെ കോളമാണ് പൂരിപ്പിക്കേണ്ടത്. ആ 3ാമത്തെ കോളത്തിൽ മാതാപിതാക്കളുണ്ടെങ്കിൽ അവരുടെ പേര് തന്നെയാണ് ചേർക്കേണ്ടത്. ഇതേപോലെ തന്നെ 2002 ലിസ്റ്റിൽ ഒരാളുടെ പേരില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ മാതാവും പിതാവും 2002 ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ പിതാവ് മരണപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആരുടെ വിവരമാണ് അവിടെ നൽകേണ്ടത്? അമ്മയുടേത് മാത്രം നൽകിയാൽ മതിയോ? മരണപ്പെട്ട ആളിൻ്റെ വിവരം നൽകുന്നതിന് ഒരു തടസ്സവും തന്നെ ഇല്ല.
ഈ ഫോം 6നെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് പലരും. എന്താണ് ഫോം 6? അതെങ്ങനെ പൂരിപ്പിക്കണം? ഫോം 6 പുതുതായിട്ട് ചേർക്കുന്നവർക്ക് ഉള്ളതാണ്. അത് ഡിസംബർ 9 ശേഷം നമുക്ക് പുതുതായിട്ട് ഓൺലൈനിൽ തന്നെ പൂരിപ്പിക്കാൻ കഴിയും. ഈ വോട്ടർ ഐ ഡിയിലും ആധാറിലും പേര്, ജനന തീയതിയും വ്യത്യാസമുണ്ടെങ്കിൽ അവർ എന്താണ് ചെയ്യേണ്ടത്? വോട്ടർ ഐ ഡിയിലും ആധാറിലും പേര്, ജനനത്തീയതി എന്നിവ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ആയത് തിരുത്തുന്നതിന് ഡിസംബർ 9 ശേഷം കഴിയുന്നതാണ്. ഒരുപക്ഷെ 2002 ലിസ്റ്റിൽ പേരുണ്ടായിരുന്നു, 2025 ലിസ്റ്റിൽ പേരില്ല എങ്കിൽ അങ്ങനെയുള്ളവർ എന്താണ് ചെയ്യേണ്ടത്? 2002 ലിസ്റ്റിൽ പേരുണ്ടാവുകയും 2025 ലിസ്റ്റിൽ പേരില്ലാത്തവരും അവർക്കും ഡിസംബർ 9 ശേഷം കറണ്ട് പട്ടിക വന്നതിന് ശേഷം അവർക്കും ഓൺലൈനായിട്ട് ഫോൺ നമ്പർ 6 അപേക്ഷ നൽകാൻ കഴിയും. സാർ, ഇനി പ്രവാസികളുമായി ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങളുണ്ട്. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം.